Hello viewers, namaste, welcome back to WinTrader. ഇന്നത്തെ WinTrader ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഫോറക്സ് മാർക്കറ്റാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റിൽ ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റിയൽ ടൈം ലൈവിലാണ്. ഇത് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് സ്ട്രാറ്റജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈവ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാം. എൻ്റെ പേര് 𝐂𝐥𝐢𝐞 എന്നാണ്. വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴത്ത് എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചാറ്റിലോട്ട് വരാം. ഇപ്പം ഞാൻ നിങ്ങളെ ഇത് ഇപ്പം ഈ ഫോറക്സിലാണെന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ 𝐙𝐻𝐻 4 ആണ്. അപ്പം ഫോറക്സ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പല ബ്രോക്കേഴ്സ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം 𝐙𝐻𝐻 4 തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ MD4 നമ്മൾ കോൺഫിഗർ ചെയ്ത് തരും. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ആ പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് MD5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയർ ഫോറക്സിലെ സോഫ്റ്റ്വെയർ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അതിനകത്തുള്ള സിഗ്നൽ വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കൺഫർമേഷൻ ചെക്ക് ചെയ്ത് ട്രേഡ് നിങ്ങളുടെ MD5 ചെയ്യണം, അല്ലെങ്കിൽ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് അതിനകത്തോട്ട് ചെയ്യുക. MD4 ആണെങ്കിൽ MD4 നമ്മുടെ പ്ലാറ്റ്ഫോം MD4 ആണ്, ഡയറക്റ്റ് നമുക്ക് അത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്ന 𝐴UD കറൻസി പെയറാണ്. അപ്പോൾ മേളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇവിടെ ഏത് കറൻസി ഇട്ടാലും അത് എല്ലാത്തിൻ്റെയും മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. ഇതെല്ലാ കറൻസിയും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ കോൺഫിഗർ ചെയ്തെങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് എന്തൊക്കെ പെയർസ് ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അതിനകത്തെല്ലാം ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈനാണ്. ഈ ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ സെല്ലാണ്. ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ തരും, സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തരാം, അലർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ തരാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൺഫേം ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ആരോ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ താഴത്തോട്ട് നോക്കൂ, പ്രൈസ് ഇവിടെ ബൈസ് ഒന്ന് എഴുതി കാണും. ഇതൊക്കെ ആക്ച്വലി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വന്ന സിഗ്നൽ കൺഫേം ആണെന്ന് മാത്രം നോക്കുക. കൺഫർമേഷൻ കൂടിയാണ് സോഫ്റ്റ്വെയർ. അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആരോ വന്ന ശേഷം ബൈ സിഗ്നൽ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈസോണെന്ന് എഴുതി കാണിക്കണം. ആരോടെ താഴത്ത് ഈ ബാറിലെ ആ ബാറ് ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് ആ ബൈ എക്സിക്യൂട്ട് ചെയ്യാവേ. അപ്പോൾ ഇവിടെ നോക്കി ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണ്. നമുക്ക് വന്നത് 7.4 ഈ ഇന്നത്തെ സിഗ്നൽ വന്നിരിക്കുന്നത് 7.4 വന്നിട്ടുണ്ട്. 0.911 വന്നിട്ട് അതിൻ്റെ 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നല്ല മാർക്കറ്റായിരുന്നു. ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് തന്നെയാണ് ബൈ വന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ലെവലിന് ബ്രേക്ക് ചെയ്ത് വരുന്ന ബൈ എന്ന് വെച്ചാൽ അക്യുറസി കൂടുതലായിരിക്കും. ഈ റെഡ് സ്റ്റാർസ് ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, താഴത്തൊരു യെല്ലോ ഉള്ളത് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കൺഫർമേഷൻ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അത് ആരോ വരുന്ന വെയിറ്റ് ചെയ്യണം. ആരോ വന്ന ശേഷം കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാറ് ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈസോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കൺഫർമേഷൻ നമുക്കുള്ളൂ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും പറഞ്ഞ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് വെച്ചാൽ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിൽ സൈഡ് വേ ഇൻഡിക്കേഷൻ കാണിക്കത്തില്ല. നമ്മുടെ അതിനകത്ത് സൈഡ് വേ ഇൻഡിക്കേഷൻ കാണിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് തരും. അതായത് നോർമൽ കളർ റെഡും ഗ്രീനുമാണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ ഇതിനകത്ത് എക്സ്ട്രാ കളേഴ്സും ലൈക്ക് ഓറഞ്ച് കളർ, ലൈറ്റ് ബ്ലൂ, MD ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽ, ഇതെല്ലാം സൈഡ് വേ ഇൻഡിക്കേഷനാണ്. അപ്പം ഇതെൻ്റെ ഈ ഒരു ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത് ഫോറക്സിലാണെന്നുണ്ടെങ്കിലും വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫോറക്സ്, കമ്മോഡിറ്റീസ്, NSE ക്യാഷ്, ഫ്യൂച്ചർ ഓപ്ഷൻ, അഗ്രികൾച്ചർ, ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കാണാൻ പറ്റും. സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് ആൻഡ് ഇൻട്രാഡേയും കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ കാണിക്കുന്ന എല്ലാം റിയൽ ടൈം ലൈവിലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.